എല്ലാവർക്കും ബ്രോസിനെ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചാൽ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് രവി തേജയുടെ ഒരു മൂവിയാണ്. സോ മൂവിൻ്റെ പേര് വന്നിട്ട് ഭാരത മഹസ്വലുക്കു വിനായപതി എന്ന് പറഞ്ഞൊരു മൂവിൻ്റെ ടീസറാണ്. രവി തേജയൊക്കെയാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഈ ടീസർ ഒന്ന് റിയാക്ട് ചെയ്തേക്കാം. 1.5 മിനിറ്റ് ഉള്ളൂ, ജസ്റ്റ് ചെറിയ ടീസറാണ്, നമുക്കൊന്ന് కണ്ടുപോകാം. సైకాలజిస్ట్ దగ్గరికి ఎందుకు సార్? 2 సార్లు చెప్పలేను, వాడికి చెప్పేటప్పుడు విను. ఓ మధ్య పుള്ളിക്കാരൻ పేరు നല്ല കൊമേഡിയനാണ്. മനസ്സിലാവില്ലല്ലോ. There is no problem. సమస్య లేదు. మీకు అర్థం కావట్లేదు సార్, నా എന്റെ భార్యకి ദൈവമേ, నేనంటే ప్రాణం. ക്യാപ്ഷൻ തെലുങ്കില. ഇതെന്തരുത്, ഇംഗ്ലീഷൊന്നും ഇല്ലേ? ക്യാപ്ഷൻ തെലുങ്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് വായിച്ചെടുക്കാനാണ്? പിന്നെ എന്തിനാ ഞാൻ ക്യാപ്ഷൻ വെക്കണത്? എന്റെ പൊന്നോ, మరి ఇదంతా అక్కడ నీకెందుకు గుర్తుకు రాలేదు? మా సార్ ప్లేస్ మీరుంటే నిజం చెప్పు, మీకు మీ ఆడ గుర్తొచ్చిందా? ఎక్కువ శాతం మొగుళ్ళకి ఆ టైంలో ఆళ్ళ పిల్లలు గుర్తుకురారు. రామ్ని అనుమానించడమా? మగాళ్ళు ఎలా ఉండాలి అన్నదానికి రోల్ మోడల్ రామ్. ఓకే, మన బావ కూడా స్పెయిన్ ఇదిగో ఉడాయిపాണ് అక్కడ కేటా. ఎవరైనా కలిసి ఉండొచ్చు, ఏదైనా జరిగి ఉండొచ్చు. కమలాసన్ నాయుడు గారు, ఓ భర్తగానే తప్పు చేశాను కదండి. ఎవడైతే తప్పు చేసి ఆ తప్పు తన భార్యకు తెలిస్తే ఎక్కడ బాధపడుతుందోనని భయపడతాడు చూడు, వాడు అసలు సిసలైన నిఖార్సైన భర్త. అక్కడ తెట్టి మొత్తం చేస్తే ఇంట్లో ఎవరెవరు ఉంటారు? అన్న, వదిన, వాళ్ళ అబ్బాయి, నేను, వదినోళ్ళు చెల్లి ఉంటాం. వైఫ్ ఉందని ఎందుకు చెప్పలేదు? వదినోళ్ళు చెల్లి అంటే నా వైఫేగా కాదా? ഉടായിപ്പായിട്ടുള്ള എന്തോ ഒരു പടമാണ് കേട്ടാ. ഇവൻ ഫുള്ള് കോഴിത്തരം കാണിച്ച് നടക്കണേന്നാണ് തോന്നണത്. എന്തായാലും സംഭവം കൊള്ളാം. കൺസെപ്റ്റൊക്കെ എങ്ങനെയാണ് വരാൻ പോണേന്നൊന്നും നമുക്കറിയില്ല. അതെൻ്റെ നോക്കാം. എന്തോ ഒരു സംഭവമാണ്. സംഭവം എന്താണെന്ന് നമുക്ക് പിടുത്തല്ല. സോ എന്നാലും ഗൈസ്, നിങ്ങൾക്ക് ഈ ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചും പറയാനില്ല. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഭാഷ മനസ്സിലാവില്ല. അവർ എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്ക് ഒട്ടും കത്തണില്ല. ഡയലോഗ്സ് ഒന്നും കത്തണില്ല. ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് നേരെ ചെയ്യുമെന്ന് എഴുതി കാണിക്കണില്ല. ഒന്നാമത് തെലുങ്കിലാണ് ക്യാപ്ഷൻ തന്നെ ഓട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചത്. അതിനുശേഷം ഇംഗ്ലീഷ് ആയതിന് ശേഷവും അതൊന്നും കാണിക്കുന്നില്ല. എന്തൊക്കെ പറ്റി കിടക്കുവാണ്. സോ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഈ ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമില്ലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ എത്തിക്കുക. പിന്നെ നിങ്ങൾക്ക് കൊല്ലം മനസ്സിലാക്കുക, അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. സംഭവം എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. അഭീതവും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഇത് വെച്ചാൽ നമ്മളെന്ത് പറയാനാ, പടം എന്നാണ് റിലീസ് എന്ന് അറിയില്ല. എന്നാ റിലീസ്? പടത്തിൻ്റെ റിലീസ് ഡേറ്റിംഗിലും ഉണ്ടോ? ഓക്കെ, ജനുവരി 13-നാണ്. സോ എന്തായാലും നമുക്ക് അന്ന് നോക്കാം. സോ വീഡിയോ ഇഷ്ടമില്ലാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.